അപ്പൊ ഏതാവത്തെ ളുഹർക്ക് പോയിട്ട് സുബൈ കളാ വീട്ടുന്നവരുണ്ട്. പക്ഷെ മഹാനായ നബി സഹാബത്ത് എന്ത് ചെയ്തു? അവര് എഴുന്നേറ്റ് നോക്കുമ്പോ സുബൈ കളായിക്കുന്നു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അവര് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിസ്കാരം കളാ ആയ കാരണം ഇവിടെ ശൈത്താൻ പൈശാചികമായ ഷർറുണ്ട്, നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിസ്കരിക്കാം. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ കൂട്ടി ആ സുബഹി കളാ ആയ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാതെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നിസ്കരിച്ചത്. എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായത്? നിങ്ങൾ ആലോചിക്കും. ഇവിടെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുബഹി കളാ ആയ വീട്ടില് പൈശാചികമായ ഷർറുണ്ടാവും, അവിടെ ബറക്കത്ത് ഉണ്ടാവൂല. നമ്മൾ എന്ത് സൂത്രത്തിട്ടും കാര്യമില്ല, സ്റ്റെപ്പ് കൂട്ടിയിട്ടും കാര്യമില്ല, കഞ്ഞിമൂലേന് കക്കൂസ് മാറ്റിയിട്ടും കാര്യമില്ല, തെക്ക് കിഴക്കേ മൂലേന് കിണർ മാറ്റിയിട്ടും കാര്യമില്ല, അടുക്കള പൊളിച്ചു മാറ്റിയിട്ടും കാര്യമില്ല. ഞാൻ അത് തൂർത്തു പറയാൻ എന്റെ സാധാരണക്കാരിനെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നു, വീട്ടില് പ്രശ്നം വരുമ്പോ നമ്മുടെ വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നമ്മുടെ ആൺമക്കള് അല്ലെങ്കിൽ പെൺമക്കള് അതല്ലെങ്കിൽ അതുപോലത്തെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു പരിഹാരം കാണാതെ നിങ്ങൾ ഏതെങ്കിലും വാസ്തുശാസ്ത്രജ്ഞന്മാരുടെ അടുക്ക ചെന്ന് നിങ്ങളെ വീട്ടിലെ പ്രശ്നം ഇവിടെ ഈ ദോരമില്ലാത്തതാണ്, അതല്ലെങ്കിൽ ഇന്ന മൂലയിൽ കക്കൂസ് വന്നതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടാതെ അടിസ്ഥാനപരമായി നമ്മുടെ വീട്ടിൽ സുബഹി നിസ്കരിക്കാത്തൊരു മനുഷ്യണ്ടെങ്കിൽ ഓനെ കൊണ്ട് സുബഹി നിസ്കരിപ്പിച്ചിട്ട് അവിടെ നിന്നുള്ള പൈശാചികമായ ഷർറിന് പ്രത്യേകം പരിഹാരം കാണും. കൂട്ടത്തില് ഒരു ചെറിയ കാര്യം കൂടി ഇതിന്റെ ഒപ്പം ഉണർത്തുകയാണ്. നമ്മുടെ വീട്ടിൽ പല സഹോദരിമാരുണ്ട്. സുബഹിയുടെ മുന്നേ മെൻസസ് രക്തം നിൽക്കും. അവര് സുബഹിയുടെ മുന്നേ തന്നെ കുളിച്ച് ശുദ്ധിയായി അവര് എന്ത് ചെയ്യേണ്ടതാണ്? യശയും അതിന്റെ മഗ്‌രിബ് നിസ്കരിക്കണ്ടേ അല്ലേ? സുബഹിയുടെ മുന്നേ ഒരു പെണ്ണിന്റെ ഹൈള് രക്തമോ പ്രസവ രക്തമോ നിന്നാൽ ആ പെണ്ണ് സുബഹിയുടെ മുന്നേ തന്നെ കുളിച്ച് ശുദ്ധിയായി ആ സുബഹിയും യശാവും നിസ്കരിക്കണം. അതിന്റെ നേരെ മുമ്പുള്ള മഗ്‌രിബ് നിസ്കരിക്കണ്ടേ? പല സഹോദരിമാരും അവര് രാത്രി സമയത്ത് മെൻസസ് പീരിയഡിന്റെ രക്തം നിന്നാൽ നല്ലൊരു ശതമാനം സാധാരണക്കാരായ സഹോദരിമാര് നിസ്കരിക്കുന്നത് പിറ്റേ ദിവസം ഉച്ചക്ക. ഈ വീട്ടിൽ പൈശാചികമായ ഷർറ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊന്നും ഒരു വാസ്തുശാസ്ത്രന്മാര് പറഞ്ഞു തരൂലട്ടോ. അവര് പഠിച്ച ഇൽമു ഇതൊന്നുമല്ല. അവര് പഠിച്ച ഇൽമു നമ്മളെ വീട്ടിൽ ചെയ്താൽ നമ്മുടെ കാശ് കുറെ പോകും, വിഷയത്തിന് പരിഹാരമാകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പൈശാചികമായ ഷർറുണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സുബഹി കളാ ആകുന്നതിന്റെ മുമ്പേ നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടായാൽ പകുതി മുക്കാലും പ്രശ്നങ്ങൾ സമാപിച്ച് അൽഹംദുലില്ലാഹ് ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ എന്റെ എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വിഷയം, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനു പരിഹാരം കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും വാസ്തുശാസ്ത്രജ്ഞന്മാർ അതൊക്കെ പോയാൽ മതി. അതിനു പരിഹാരം കാണാതെ നമ്മളെവിടെങ്കിലും പോയി കുറെ കാശ് ചെലവാക്കിയത് കൊണ്ടൊന്നും നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. അല്ലാഹു തആല ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ ആത്മീയമായ ഭാഗത്തിലൂടെ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാക്കാനും വീട്ടിലെ പൈശാചികമായ ഷർറ് ദൂരീകരിക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു.